ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങൾ എല്ലാവരും SSCയുടെ അപ്ഡേറ്റഡ് കലണ്ടർ നോക്കിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ പുതിയ കലണ്ടർ പ്രകാരം CHSL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ 30-നാണ്. കൂടാതെ എക്സാം നടക്കുന്നത് അവർ പറയുന്ന ജൂലൈ സെപ്റ്റംബറിന് ഇടയ്ക്ക് എന്നുള്ള രീതിയിലാണ്. ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. എന്നാലും ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി ആർക്കാണ് CHSL എക്സാം എഴുതാൻ സാധിക്കുക? അപ്പൊ നമ്മുടെ യോഗ്യത അല്ലെ, 12ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം, 12th പാസ്സായിട്ടുണ്ടാവണം. ഇത് നമ്മുടെ ഏജ് ആണ്. അതായത് 18 മുതൽ 27 വരെ പ്രായത്തിനകത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. ഇനിയിപ്പോൾ OBC ആണെങ്കിൽ 18 മുതൽ 30 ആവും, SC/ST ആണെങ്കിൽ 18 മുതൽ 32 ആവും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു Tier 1 എക്സാം ഉണ്ട്, അതൊരു ക്വാളിഫയിങ് നേച്ചർ ആണ്. അഗൈൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെ പുറത്താകപ്പെടുന്നത് Tier 1-ലാണ് എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് Tier 2, Tier 1-ൽ നമ്മൾ എന്ത് കാര്യങ്ങളാണോ പഠിച്ചത് അത് തന്നെയാണ് Tier 2-ന് ചോദിക്കുന്നത്. പിന്നീട് ഒരു സ്കിൽ ടെസ്റ്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ 12ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ഒരു അടിപൊളി ജോലി വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതേണ്ടത് SSCയുടെ CHSL എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ CHSL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. Tier 1 എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു പുതിയ ബാച്ചുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ബാച്ചിനെ കുറിച്ച് നിങ്ങളോട്ട് എത്തിക്കുക, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ CHSL എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ Tier 1 പാസ്സാവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും Tier 1-ൽ ചോദിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്കിവിടെ ഉള്ളത് അല്ലെ? മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ GK ഉണ്ട്. അപ്പൊ ഈ എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള പുതിയ നമ്മുടെ ബാച്ചാണ് SSC CHSL Tier 1 ബാച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ബാച്ചിന്റെ ഫീച്ചേഴ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 400+ അവേഴ്സ് ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, ആ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ അത് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിന് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി ഡെയിലി 2 മുതൽ 4 ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആഴ്ചയിൽ 6 മുതൽ 7 ദിവസവും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഓരോ ദിവസവും എന്തൊക്കെ ക്ലാസ്സുകളാണ്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള ഷെഡ്യൂള് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആരൊക്കെയാണ് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നാൽ ഇതാ റീസണിങ്ങിന് ഞാൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? പിന്നീട് ജനറൽ അവയർനെസ്സിന് വിഷ്ണു സാർ ഉണ്ട്, അതുപോലെ തന്നെ ആർദ്ര മിസ് ഉണ്ട്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അജ്മൽ സാർ ഉണ്ട്, അതുപോലെ തന്നെ ഗോകുൽ സാർ ഉണ്ട്, പിന്നീട് ഷാനിബ മിസ്സും ഹരി സാറും ഉണ്ട്. ഇനിയിപ്പോൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അജയ് സാർ ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അനുശ്രീ മിസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് നമ്മുടെ അശ്വിൻ സാർ ഉണ്ട്. അപ്പൊ നമ്മളാണ് ഈ പറയുന്ന ടീം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 4 സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്യാൻ നമ്മൾ ഇത്രയും പേര് നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം നമ്മൾ തന്നെയാണ് ക്ലാസ് എടുക്കുക. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം അല്ലേ? അപ്പം അതിനായിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ എല്ലാവരും അവൈലബിൾ ആണ്. നിങ്ങളത് കാണുക, എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സോഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാം. എന്നിട്ട് ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓഫ് കോഴ്സ് ഐ ബിലീവ് നമ്മൾ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് എന്നുള്ള രീതി. കൂടാതെ ക്ലാസ് നോട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതായത് വൺസ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് ക്ലാസ് നോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പറയുന്ന ക്ലാസ് നോട്ട് നോക്കിയാൽ മതി. പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇൻറ്റൻസീവ് വർക്കൗട്ട് സെഷൻസ്,
അപ്പൊ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം, പിന്നീട് പ്രാക്ടീസ് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക. റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, ഇന്റൻസീവ് വർക്ക്ഔട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അത് നിങ്ങൾക്ക് ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, വീക്ക്ലി ടെസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നീട് ഫുൾ ലെങ്ത് ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നു, ദെൻ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന എക്സാം എഴുതാൻ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയ ഈ ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2,999 രൂപ. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വാലിഡിറ്റി നോക്കുക ടിൽ എക്സാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എപ്പോഴാണോ നമ്മുടെ Tier 1 എക്സാം കഴിയുക അതുവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാലിഡിറ്റി തരുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും സമയം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനും പ്രാക്ടീസ് ചെയ്യാനും റിവൈസ് ചെയ്യാനും എല്ലാം നമ്മുടെ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഡൗട്ടുകളോ കൺഫ്യൂഷനുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 19-ാം തീയതിയാണ്. ഈ മാസം 19-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു പ്രീ റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് 12th ഉണ്ട്, ഈ പറയുന്ന ഏജ് ലിമിറ്റും ഒക്കെ ആണെങ്കിൽ ഏജ് ലിമിറ്റിനകത്ത് പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് എനിക്കൊരു സെൻട്രൽ ഗവൺമെന്റിൽ ജോലി വേണം, എനിക്കൊരു കേന്ദ്ര സർക്കാർ ജോലി വേണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്ട, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം അല്ലെ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈം മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുക അല്ലെ. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അത് ഒരുപാട് ടൈം എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് വേണം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, എനിക്ക് ഇന്ന ജോലി വേണം. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, ഈ പറയുന്ന 12ാം ക്ലാസ് യോഗ്യതയുണ്ട്, പ്രായപരിധിയും അതിനകത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 19-നാണ് ക്ലാസ് ആരംഭിക്കുക. അപ്പോൾ പിന്നെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കരുത്, നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല അല്ലേ. അതായത് പഠിക്കാനുള്ള സമയം കൃത്യമായിട്ടുണ്ട്. പിന്നീട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അതായത് ആദ്യം മുതൽ തന്നെ പഠിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു കാര്യങ്ങളും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം.